നമസ്കാരം. ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു. മലപ്പുറം വേങ്ങര പാക്കടപ്പുറായിലെ കുനിയിൽ വീട്ടിൽ അബ്ദുൾ ജബ്ബാറാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. 48 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ ജോലി കഴിഞ്ഞെത്തിയ അബ്ദുൾ ജബ്ബാർ താമസ സ്ഥലത്ത് ദേഹാസ്വസ്ഥ മൂലം കുഴഞ്ഞു വീഴുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്നവർ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. റോഡിൽ അപകടകരമായ ഡ്രൈവിംഗ് നടത്തി ഒരു ഡെലിവറി റൈഡറുടെ ജീവൻ അപകടത്തിലാക്കിയ വാഹനം ദുബായ് പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിന്റെ വീഡിയോ പോലീസ് തങ്ങളുടെ എക്സ് പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. വാഹനം ഓടിക്കുന്നവരുടെ സുരക്ഷയും റോഡിലെ മറ്റ് യാത്രക്കാരുടെ ജീവനെയും ഇത്തരം അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടത്തിലാക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ ഫിലിപ്പിനോ പ്രവാസി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതിക്ക് 14 വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി. ഡാഫ്നി നക്കലബെ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ മറ്റ് 3 പേർക്ക് ശിക്ഷ ലഭിച്ചതായി ഫിലിപ്പീൻസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് സെക്രട്ടറി ഹാൻസ് ലിയോ കാർഡാക്സ് സ്ഥിരീകരിച്ചു. 2024 ഡിസംബർ 31-നാണ് യുവതിയുടെ മൃതദേഹം ജഹ്റയിലെ സാദ് അൽ അബ്ദുള്ളയിലുള്ള അവരുടെ തൊഴിലുടമയുടെ വീട്ടുവളപ്പിൽ കണ്ടെത്തുന്നത്. യുഎയിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ സാധ്യത. അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ തുടങ്ങിയ എമിറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മിതമായതും ശക്തമായ മഴയും ഇടിമിന്നലും അനുഭവപ്പെട്ടു. അന്തരീക്ഷത്തിലെ മാറ്റമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. റോഡ് അപകടങ്ങൾ സംഭവിച്ചിടങ്ങളിൽ പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കരുതെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. പങ്കുവച്ചാൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അടുത്തിടെ അൽ വുസ്ത ഗവൺമെന്റിലെ അൽ ദുഖം വിലായത്തിൽ നടന്ന അപകടത്തിൽപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമത്തിൽ ഷെയർ ചെയ്തതിന്റെ പേരിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു. ഇതിനെ തുടർന്നാണ് റോയൽ ഒമാൻ പോലീസ് നിയമ നടപടികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. യുഎയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും ബന്ധം നിയന്ത്രിക്കുന്ന നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് മനുഷ്യ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം സമഗ്രമായ ബോധവൽക്കരണ മാർഗനിർദ്ദേശം പുറത്തിറക്കി. നിയമമനുസരിച്ച് ഒരു ദിവസത്തെ പരമാവധി പ്രവർത്തന സമയം 8 മണിക്കൂറാണ്. ചില പ്രത്യേക മേഖലകളിൽ നിയമപരമായ പരിധിക്കുള്ളിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ ഇളവുകളുണ്ട്. ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ ഓവർ ടൈം ജോലി ചെയ്യാൻ പാടില്ലെന്നുമാണ് നിർദ്ദേശം. കുടുംബത്തോടൊപ്പമുള്ള വിനോദയാത്രയ്ക്കിടെ തായ്ലൻഡിൽ മലയാളി ഡോക്ടർ മുങ്ങി മരിച്ചു. തിരുച്ചിറപ്പള്ളി റെയിൽവേ ഡിവിഷൻ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഹുലിനാണ് മരിച്ചത്. ചാലക്കുടി പോട്ട തച്ചടമ്പൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ഭാര്യ ഡോക്ടർ ബേബി മിനുവിനൊപ്പം ഈ മാസം 12-നാണ് ഇദ്ദേഹം തായ്ലൻഡിലെത്തിയത്. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ കടലിലെ ആഴമില്ലാത്ത ഭാഗത്ത് നീന്തുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കഫ്ജിയിലെ ഓഫ്ഷോർ എണ്ണ ഖനന ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ പ്രവാസി മലയാളി മരിച്ചു. എറണാകുളം ചെലാന സ്വദേശി പള്ളിക്കത്തയിൽ വീട്ടിൽ എഡ്വിൻ ഗ്രേസീസ് ആണ് മരിച്ചത്. കഫ്ജി സഫാനിയയിലുള്ള സഫാനിയ ഓഫ്ഷോർ എണ്ണ ഖനന റിഗിലെ ജോലിക്കിടയിൽ കപ്പലിൽ വെച്ചാണ് എഡ്വിൻ അപകടം സംഭവിച്ചതെന്നാണ് ലഭ്യമായ വിവരം. 1 വർഷം മുൻപ് സൗദിയിൽ ജോലിക്കെത്തിയ എഡ്വിൻ 3 മാസം മുൻപായിരുന്നു അവധിക്ക് നാട്ടിലെത്തി വിവാഹിതനായി മടങ്ങിയത്. കുവൈത്തിലെ അബ്ദലയിലെ ഒരു വിദൂര മരുഭൂമി പ്രദേശത്ത് അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. ഇവിടെ നടത്തിയ റെയ്ഡിൽ 6 പ്രവാസികളെയും അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് അധികൃതർക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ സൂക്ഷ്മ നിരീക്ഷണത്തിനും അന്വേഷണത്തിന് ശേഷമാണ് അറസ്റ്റ് നടപടിയെന്ന് സുരക്ഷാ സ്രോതസ് വ്യക്തമാക്കി. മരുന്നുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ പ്രചരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യൻ ആരോഗ്യ മന്ത്രാലയം. സ്റ്റാറ്റിൻ ഉൾപ്പെടെയുള്ള കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ മരുന്നുകളെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾക്കെതിരെയാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.